ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. എൻ്റേതായ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്നുണ്ട്? ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയമൊന്നും പറയുന്നില്ല. എൻ്റെ മനസ്സിൽ ചില സമയത്ത് ചിലതൊക്കെ തോന്നും. ആ സമയത്ത് ഞാൻ സമയം നോക്കാറില്ല, ഓടിയെത്തും. സമയം നോക്കാറില്ല. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം എപ്പോഴാണെന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് പറയുന്നു, നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? നമ്മുടെ നാട്ടിൽ മഴയും വെയിലുമായിട്ടൊക്കെ അങ്ങ് പോകുന്നുണ്ട്. നമ്മളെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ, ആരും മിസ്സാക്കരുത്. ഇഷ്ടപ്പെടുന്നവരും പെടാത്തവരൊക്കെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാതെയാണ് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നതെങ്കിൽ, പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുവിൻ. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. ബന്ധം കൂടി തകർക്കാതിരിക്കുക. ബന്ധം കൂടി നശിപ്പിക്കാതിരിക്കുക. പാലും തേനും പറഞ്ഞ് ഉപദ്രവിക്കാതിരിക്കുക. യെസ്, മനുഷ്യൻ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നും മനുഷ്യനെ കൊണ്ടുവരണം. മനുഷ്യൻ്റെ കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ എത്തുന്നത്. ആരുടെയും കാര്യം ഞാൻ പിടിക്കുന്നില്ല. എൻ്റേതായ അനുഭവത്തിലൂടെയുള്ള എൻ്റേതായ കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഞാൻ നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളെ ഒരുപാട് പേര് പാല്, തേന്, പഞ്ചാര, പവിഴമേന്നൊക്കെ വിളിച്ച് കൂടും കേട്ടോ. പാല്, തേന്, പഞ്ചാര എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൂടും. അവസരം കിട്ടി അവർ നമ്മളെ മാക്സിമം മുതലാക്കും. അല്ലാത്ത സമയം അവർ നമ്മളെ ചവിട്ടി താഴെ ഇടുകയും ചെയ്യും. യെസ്, നമുക്ക് പാലും അറിയില്ല, പഞ്ചാരയും അറിയില്ല. പാലും വെള്ളവും പണ്ടൊക്കെ പാല് കച്ചവടം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ കാര്യം അറിയാം. പണ്ടൊക്കെ പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ നീയൊരു താമരമൊട്ടായിരുന്നു. ആ സമയത്തൊക്കെ പാലൊക്കെ കൊണ്ട് പോകുമായിരുന്നു എല്ലാവരും. ഒരുപാട് നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ പാലും വെള്ളം എന്നൊക്കെ കുറേ വിളിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് പേര് സ്നേഹിച്ചിട്ട് നമ്മൾ വിചാരിക്കും അവർ നമ്മളോട് മാത്രമാണ് സ്നേഹം, അവർക്ക് നമ്മളോട് മാത്രമാണ് റിയലായിട്ടുള്ള സ്നേഹം, നമ്മളെയാണ് ആത്മാർത്ഥതയായിട്ട് സ്നേഹിക്കുന്നതൊക്കെ നമ്മൾ വിചാരിക്കും. അതൊക്കെ വേറും. അതെ, അതൊക്കെ വെറുതെയാണ്. അതൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു അഭിനയമാണ് കേട്ടോ. അതൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന വെറും അഭിനയമാണ്. ഈ അഭിനയിക്കുകയും ചെയ്യും അവർ, എന്നിട്ട് നമ്മളെ കുറ്റവും പറയും കേട്ടോ. അവർ റിയലാണ്, അവർ സത്യമാണ്, അവർ ചെയ്യുന്നത് ശരിയാണ്, അവർ പ്രവർത്തിക്കുന്നതൊക്കെയാണ് ശരിയാണ്, നമ്മൾ ചെയ്യുന്നതൊക്കെയാണ് പൊട്ടത്തരം എന്നാണ് പറയണത് കേട്ടോ. അവരോരെ ന്യായീകരിക്കാനാണ് ശ്രമിക്കണം. ഞാനിപ്പോൾ എന്നെ ന്യായീകരിക്കാനാണ് ഞാനും ശ്രമിക്കുന്നത്. ഞാൻ എന്നെ ന്യായീകരിക്കാനും എൻ്റെ ശരികളും ഒക്കെ തന്നെയാണ് ഞാനും ഇവിടെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാലും നമ്മളോട് ഓരോരുത്തർ കാണിക്കുന്നത് പറയണ്ടേ? നമ്മളോട് ഓരോരുത്തർ കാണിക്കുന്ന പ്രവൃത്തിയും രീതിയൊക്കെ നമുക്ക് പറയണ്ടേ? അത് പറയേണ്ട അവകാശം നമുക്കില്ലേ? ഉണ്ട്. അത് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് നാവെന്നൊരു സംഭവം തന്നേക്കുന്നത്. ചിന്തിക്കാൻ തലച്ചോറുന്നൊരു സംഭവം ഇതിനകത്തുണ്ടെന്ന് പറയുന്നു. ചിന്തിക്കാൻ തലച്ചോറുന്നൊരു സംഭവം ഇതിനകത്തുണ്ടെന്ന് പറയണു. ഉണ്ടോ ഇല്ലേ? ആണ്ടവന് എന്നെ അറിയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ യൂട്യൂബിലൂടെയൊക്കെ തന്നെയാണ്. യൂട്യൂബിലൂടെയൊക്കെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറയുന്നത്. ഒരുപാട് പേര് നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ച് വരും കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കുക നമ്മളോട് മാത്രമാണെന്നല്ല. പലതും നമുക്ക് കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നതുകൊണ്ടാണ് പറയണം. നമ്മുടെ ലൈവിൽ വന്നിട്ട് നമ്മൾ പാലാണ്, നമ്മൾ തേനാണ്, നമ്മൾ മുത്താണ്, നമ്മൾ അമ്മയാണ്, ചക്കരയാണ്, മുത്താണെന്നൊക്കെ പറയും. അമ്മ നിങ്ങളാണ് എനിക്കെല്ലാം, ചേച്ചി നിങ്ങളാണ് എനിക്കെല്ലാം, ആൻറ്റി നിങ്ങളാണ് എനിക്കെല്ലാം എന്നൊക്കെ, അമ്മച്ചി നിങ്ങളാണ് എനിക്കെല്ലാം എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മുടെ ലൈവിൽ വരാം. ഈ അതേ ആൾക്കാർ തന്നെയാണ് അമ്മ ഞാൻ നിങ്ങളെ വിട്ട് വേറെ പോവില്ല, ചേച്ചി ഞാൻ നിങ്ങളെ വിട്ട് വേറെ പോകില്ല, ആൻറ്റി ഞാൻ നിങ്ങളെ വിട്ട് വേറെ പോകില്ല, കുഞ്ഞമ്മ നിങ്ങളെ വിട്ട് ഞാൻ വേറെ പോകില്ല, വലിയമ്മ നിങ്ങളെ വിട്ട് വേറെ പോകില്ല, വേറെ ലൈവിൽ പോകാറില്ല, വേറെ വീഡിയോസ് കാണാറില്ല, വേറെ ചാനലിൽ പോകാറില്ല എന്ന് പറയും. എന്തിനാ ഇങ്ങനെ കള്ളം പറയണം? കള്ളം പറഞ്ഞിട്ട് എന്ത് നേടാനാണ്?
നിങ്ങൾ എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലെന്നേ. ഈ സ്നേഹം അല്ലാണ്ട് നിങ്ങൾക്ക് എന്നിൽ നിന്ന് നേടാനൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാ എന്നോട് വന്നിങ്ങനെ കള്ളം പറയണം? ഇതേ ഡയലോഗ് തന്നെയാണ് നിങ്ങൾ അടുത്ത ആൾക്കാരോടും പറയണം. അടുത്ത വീഡിയോയിലായാലും അടുത്ത ആൾക്കാരോടായാലും നിങ്ങളിത് തന്നെയാണ് പറയണം. അപ്പം നിങ്ങളെല്ലാം നമ്മളെ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും നമ്മളെ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുക. ആണോ? ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളാരും ഇങ്ങനെ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ എല്ലാ ലൈവിലും പോകണം. നമ്മളെപ്പോലെ ലൈവ് ചെയ്യുന്ന, നമ്മളെപ്പോലെ വീഡിയോസ് ചെയ്യുന്ന എല്ലാ ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും മക്കളായാലും എല്ലാവരും യൂട്യൂബിൽ വരുന്നത് എന്തിനാ? എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം നമ്മളെപ്പോലുള്ള ആരും പറയില്ല നിങ്ങൾ ഒരു ലൈവിലും പോകരുത്, ഒരു വീഡിയോയും കാണരുത്, ഒരു ഷോർട്ടും കാണരുത്, നിങ്ങളൊരു ചാനലിലും പോകരുത്. നമ്മളെപ്പോലെ വീഡിയോയും ലൈവൊക്കെ ചെയ്യുന്ന ആരും പറയില്ലെന്നാണ് എൻ്റെ അറിവ്. ഇനി ആരെങ്കിലും അങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും ഈ കഷ്ടപ്പാടും ഈ ബുദ്ധിമുട്ടുമൊക്കെ വീഡിയോ എടുക്കുന്നവർക്കും ഈ ചാനൽ നടത്തുന്നവർക്കും നന്നായിട്ടറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരാരും മറ്റൊരാളെ പോയി പിന്നെ സപ്പോർട്ട് ചെയ്യരുതെന്ന് ആരും പറയൂല കേട്ടോ. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ പറയുള്ളൂ. നമ്മളെ കഷ്ടപ്പാടും നമ്മുടെ ബുദ്ധിമുട്ടും തന്നെയാണ് അടുത്തൊരാൾക്കും. അതേ കഷ്ടപ്പാടും അവരും എന്തോരം കഷ്ടപ്പെട്ടിട്ട് അവരുടെ വിലപ്പെട്ട സമയമൊക്കെ കളഞ്ഞിട്ടൊക്കെയാണല്ലോ ഈ യൂട്യൂബിലിരിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെയാണ് അവരും. അപ്പം നിങ്ങളെപ്പോലുള്ളവർ വന്ന് നമ്മളെപ്പോലുള്ളവരെ സുഖിപ്പിക്കാതിരിക്കുക. ഉള്ളതുപോലെ പറയുക. ഉള്ളതുപോലെ പറയുക. അല്ലാതെ നമ്മളാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അതേ വാക്ക് അവിടെയും പറയരുത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്നാലും അവർ പറയും അവർ നല്ല സത്യസന്ധരാണ്, നമ്മളൊക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്ന് പറയും. നമ്മളൊക്കെ വെറും ഉണ്ണാക്കന്മാർ. ഈ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കുന്ന നമ്മൾ ഉണ്ണാക്കന്മാരും അവരൊക്കെ ബുദ്ധിമാന്മാരും. അങ്ങനെ തന്നെ പറയാം. ബുദ്ധിമാന്മാരും ബുദ്ധിമതിമാരും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ വെറും മണങ്ക്. അവരുടെ കണ്ണിൽ അതാണ്. അവരുടെ കണ്ണിലും അവരുടെ കാഴ്ചപ്പാടും അങ്ങനെയാണ്. അവരാണെങ്കിൽ എല്ലാം തികഞ്ഞവർ. നമ്മളൊന്നും അറിയാത്ത വെറും. നമ്മളെല്ലാം അറിയുന്നു, നമ്മളെല്ലാം കേൾക്കുന്നു, നമ്മളെല്ലാം മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ പൊട്ടം കളിക്കുക തന്നെയാണ്. അതേ നിർവാഹമുള്ളൂ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊന്ന് നിൽക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ പൊട്ടം കളിച്ചേ പറ്റത്തുള്ളൂ. യെസ്. അപ്പം നിങ്ങളുടെ ഈ കഥ തുടർന്നു കൊണ്ടേയിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ള. നിങ്ങളുടെ ഈ കഥ തുടർന്നു കൊണ്ടേയിരിക്കുക. നിങ്ങൾ എല്ലായിടത്തും പോയി എല്ലാമാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളടുത്ത് വന്ന് എല്ലാമാണ് നമ്മളതെന്ന് പറയുക. നമ്മളതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ പറയണമെന്ന് തോന്നി. പറയാൻ കാരണം ഉള്ളത് കൊണ്ട് പറഞ്ഞു. ചിലതൊക്കെ നമ്മുടെ കണ്ണിൽ കാണാൻ ഇടയായതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. പറയണമെന്ന് തോന്നി പറഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ. വല്ലതും മനസ്സിലായ? ഒന്നും മനസ്സിലായില്ല. ഇത് കണ്ടുകൊണ്ട് ചിലർ ചോദിക്കും, ഈ പെണ്ണും പിള്ളയ്ക്ക് എന്താ പറയണേന്ന്. ഈ പെണ്ണും പിള്ള എന്താ പറയണ? ഇവർക്കിനി വട്ടാണോ? ഇവരിനി എന്താ പറയണ? നമ്മൾ മനസ്സിൽ വെച്ച് പറയുന്ന കാര്യം നമുക്കല്ലേ മനസ്സിലാവുള്ളൂ. കണ്ടുകൊണ്ടിരിക്കണ നിങ്ങളെ നമ്മൾ പൊട്ടന്മാരാക്കണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും നമ്മൾ പൊട്ടന്മാരാക്കുന്നതുകൊണ്ടൊരു സംശയം. നമുക്കൊന്നും ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. പള്ളി പുള്ളി ഇല്ലാതെ തെളിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ തെളിവ് സഹിതം പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കിയേനെ. നിങ്ങൾ കാര്യം മനസ്സിലാവും. അല്ലാതെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളെ നമ്മൾ പൊട്ടന്മാരാക്കണോ എന്ന്, നമുക്ക് വട്ടാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അതൊക്കെ മനുഷ്യ സഹജം. അങ്ങനെയാണ്. അങ്ങനെ ചോദിക്കും നിങ്ങൾ. ഇതിപ്പോൾ ഈ വീഡിയോ കണ്ട ആർക്കും ഒന്നും മനസ്സിലാവില്ലെന്നേ. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിവിടെ തുറന്നേ ഉള്ളൂ. എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണ് നമ്മളെ യൂട്യൂബ് ചാനൽ. നമ്മുടെ സ്വന്തമായ ഫോണിൽ സ്വന്തമായ നാവ് കൊണ്ട് സ്വന്തമായ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇവിടെ നമ്മളെടുത്ത് നിവർത്തുന്നുണ്ട്, ചാർത്തുന്നുണ്ട്. അത് എത്ര പേർക്ക് ശരിയാണെന്നും എത്ര പേർക്ക് മനസ്സിലാവാമെന്നും നമ്മൾ നോക്കുന്നില്ല കേട്ടോ. നമ്മുടെ മനസ്സിവിടെ തുറക്കുന്നു, അത്ര തന്നെ. നമ്മളെ തന്നെ നോക്കി നമ്മളത് പറയുമ്പം നമുക്കൊരു സുഖം. അത്രയേ ഉള്ളൂ. ഇപ്പം കൂടുതലൊന്നും പറയുന്നില്ല. കാണുന്നവർ കാണുക, കേൾക്കുന്നവർ കേൾക്കുക, വിട്ടു പോകുന്നവർ പോവുക. കാണുന്നവർ
ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് സബും ഒക്കെ ചെയ്യുക. ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കണ്ടിത് വായും പൊളന്നിരിക്കട്ടെ ഇതെന്താ കഥയെന്ന്. നിങ്ങൾ വാ പൊളക്കുന്നവർ അവരും പോലെ അവരും വായും പൊളന്നിരിക്കട്ടെ ഈ പെണ്ണും പിള്ള എന്താ പറയണേന്ന്.